നായിക നടിമാരുടെ ഉയർച്ചയും വീഴ്ചയും സിനിമാ ലോകം ഒരുപാട് കണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ സ്കൂൾ പഠനകാലത്ത് നായികമാരായി തുടക്കം കുറിച്ചവരാണ് പല നടിമാരും. പിന്നീട് 5-10 വർഷങ്ങൾ ഇവരുടെ കരിയറിൽ സുവർണ കാലഘട്ടമാണ്. ചോദിക്കുന്ന പ്രതിഫലം, എല്ലാ സൗകര്യവും ഒപ്പം പ്രശസ്തിയും ഇവർക്ക് ലഭിക്കും. എന്നാൽ പ്രൈം ടൈം കഴിഞ്ഞാൽ ഇവരെ സിനിമാ ലോകവും പ്രേക്ഷകരും കൈവിടും. പല നായികമാർക്കും ഈ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാരുതി ദീക്ഷിത്, ജൂഹി ചൗള, കരീഷ്മ കപൂർ തുടങ്ങിയ നിരവധി ആണ് ഇതിന് ഉദാഹരണങ്ങൾ. ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ച നടന്മാരാണ് ഇവരെല്ലാം. മാധുരിയുടെ നൃത്തച്ചുവടുകൾ തൊണ്ണൂറുകളുണ്ടാക്കിയ തരംഗം ചെറുതല്ല. ജൂഹിയും കരീഷ്മയും ആരാധകരുടെ സ്വപ്ന നായികമാരായിരുന്നു. 32 വയസ്സിലായിരുന്നു മാധുരി വിവാഹം ചെയ്ത് അമേരിക്കയിൽ പോകുന്നത്. പിന്നീട് ശക്തമായൊരു തിരിച്ചുവരവ് മാധുരിക്ക് സാധിച്ചതുമില്ല. 29-ആം വയസ്സിലായിരുന്നു കരീഷ്മ കപൂറിന്റെ വിവാഹം. പിന്നീട് ഇതുവരെയും പഴയ താരപ്രഭ കരീഷ്മയ്ക്ക് ലഭിച്ചിട്ടുമില്ല. ജൂഹി, മനീഷ കൊയ്രാല, റാണി മുഖർജി തുടങ്ങിയ നടിമാർക്കും ഈ അവസ്ഥയിൽ ഒരു ഘട്ടത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ തെന്നിന്ത്യൻ താരം നയൻതാര ഈ സാഹചര്യം ഉണ്ടായിട്ടില്ല. കരിയറിൽ താഴ്ചകൾ വന്നപ്പോഴും കുറച്ചു നാളുകൾക്കുള്ളിൽ ശക്തമായി തിരിച്ചുവരാൻ എക്കാലവും നയൻതാരയ്ക്ക് കഴിഞ്ഞു. 40 വയസ്സുകാരിയാണ് നയൻതാര. ഇന്ന് നയൻതാരയ്ക്ക് കൈനിറയെ സിനിമകളാണ്. റിപ്പോർട്ടുകൾ പടം ഒരു പരസ്യത്തിന് 5 കോടി രൂപയാണ് നയൻതാര പ്രതിഫലമായി ലഭിച്ചിട്ടുണ്ട്. 5 കോടിക്കും 10 കോടിക്കും ഇടയിലാണ് ഒരു സിനിമയ്ക്കായി നയൻതാര വാങ്ങുന്ന പ്രതിഫലം. സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിലും നയൻതാരയ്ക്ക് സിനിമാ ലോകത്ത് സ്ഥാനം നിൽക്കുന്നു. അടുത്ത കാലത്ത് നയൻതാര തുടരെ പരാജയ സിനിമകളാണ് വരുന്നത്. ജവാൻ ഒഴിച്ച് നടിയുടെ ഒരു സിനിമയും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ തുടർന്ന് നടിയെ തേടി വലിയ പ്രോജക്റ്റുകളെത്തി. യാഷ്, നാഗരാജ, ടോസിക്കും മമ്മൂട്ടിയുടെയും മോഹൻലാൽ അഭിനയിക്കുന്ന പാട്രിയോട്ട്, തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവിയുടെ പുതിയ സിനിമ തുടങ്ങിയ പ്രോജക്റ്റുകൾ നയൻതാരയ്ക്ക് ലഭിച്ചത് ഈ പരാജയങ്ങൾക്കിടയിലാണ്. വിവാഹം, പ്രായം, ഫ്ലോപ്പുകൾ തുടങ്ങിയ ഘടകങ്ങളെല്ലാം നയൻതാരയുടെ താരമൂല്യം ഇല്ലാതാക്കിയിട്ടില്ല. ശത്രുക്കൾ ഇതിന് പരമാവധി ശ്രമിച്ചെങ്കിലും നയൻതാര കരിയറിൽ മുന്നോട്ട് പോയി. തെന്നിന്ത്യൻ തൃഷ, സമന്ത, അനുഷ്ക ഷെട്ടി, മഞ്ജു വാര്യർ, ജ്യോതിക എന്നിവർ മാത്രമേ നയൻതാരയെ പോലെ കരിയറിൽ മുന്നേറാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ ജ്യോതിക, മഞ്ജു വാര്യർ എന്നിവർ ഏറെക്കാലം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നതിനു ശേഷം പിന്നീട് തിരിച്ചെത്തിയവരാണ്. 28 വർഷത്തിന് ശേഷം സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തനിക്ക് സൂപ്പർ താരങ്ങളുടെ നായികയായ അവസരങ്ങൾ ലഭിക്കാത്തതെന്ന് ജ്യോതിക അടുത്തിടെ പറഞ്ഞിരുന്നു. സിനിമാ രംഗത്ത് തിരിച്ചുവന്ന ശേഷം തമിഴത്തും തെലുങ്കിലും സൂപ്പർ താരങ്ങൾക്കൊപ്പം ജ്യോതിക അഭിനയിച്ചിട്ടില്ല. പ്രാധാന്യമില്ലാത്ത റോളുകൾ ചെയ്യാൻ ജ്യോതിക താല്പര്യപ്പെടുന്നുമില്ല. നടി തമിഴ് സിനിമകൾ ചെയ്തിട്ട് ഏറെക്കാലമായി. നയൻതാര 20-ലും 30-ലും ഇപ്പോൾ തന്റെ 40-ലും കരിയറിൽ ഒരുപോലെ തുടരുന്ന ആളാണ്. താരത്തിന്റെ പുതിയ സിനിമയെ കാത്തിരിക്കുകയാണ് ആരാധകർ. കരിയറിനൊപ്പം കുടുംബജീവിതവും നയൻതാര ഇന്ന് പ്രാധാന്യം നൽകുന്നു. സംവിധായകൻ വിഘ്നേഷ് ശിവനാണ് നയൻതാരയുടെ ഭർത്താവ്.